ഇന്നൊരു ചിക്കൻ കറിയാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ഇതിനായിട്ട് ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ജീരകം ഇടുക. അതിനുശേഷം രണ്ട് വെല്ലുള്ളി ചെറുതായി മുറിച്ചതും പച്ചമുളകും കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ മാറി വരുമ്പോൾ അതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് മസാലകളായിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറ്റിയെടുക്കുക. പിന്നീട് വലിയൊരു തക്കാളി ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് ഇളക്കിയ ശേഷം അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കുറച്ച് മല്ലിയിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഇളക്കി മസാലകളെല്ലാം ചിക്കനിലേക്ക് നന്നായി പുരളുന്ന രീതിയിൽ നന്നായി ഇളക്കിയെടുക്കുക. പിന്നീട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിനകത്തേക്ക് മസാലകൾ വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എരിവ് ഉപ്പ് വല്ലതും ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ കുറച്ച് ചിക്കൻ മസാലയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മസാലയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി വീണ്ടും ഒരു 3 മിനിറ്റ് കൂടെ വേവിച്ചെടുത്തു. പിന്നീട് നമുക്കിതിനകത്തേക്ക് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിക്കണേ, പച്ചവെള്ളം ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓൾറെഡി ചിക്കൻ വെന്തതാണല്ലോ. അപ്പോൾ ഞാനതിനകത്തേക്ക് 1.5 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ചൂടോടെ തന്നെ ഒഴിക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അത്രയും വെള്ളം ഇപ്പോൾ ചേർക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ച ശേഷം വീണ്ടും ഒരു 3 മിനിറ്റ് നന്നായി തിളപ്പിച്ചെടുക്കുക. പിന്നീട് അവസാനമായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.